വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അമ്മയ്ക്ക് ഒരു മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. അതായത് അമ്മ എപ്പോഴും അമ്മയുടെ രീതിയിലൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് എൻ്റെ വേർഷൻ മേക്കപ്പ് അമ്മയുടേതിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നോക്കുന്നത്. ഞാൻ മമ്മിയെ ഒരുക്കാൻ പോകും കേട്ടോ. ഞാനധികം കൺവിൻസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, കാരണം മമ്മിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് മമ്മീനെ റെഡിയാക്കാമെന്ന് വിചാരിക്കും. സോ നമുക്ക് മമ്മിയെ ഒരുക്കാണ്. മണിയൊക്കെ ക്ലീൻ കാണിച്ച്. യെസ്, മമ്മിയുടെ മേക്കപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യമേ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. പ്രൈമർ ഒക്കെ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഈ പണ്ടൊന്നും മോയ്സ്ചറൈസർ ഇല്ലല്ലോ, അപ്പൊ എന്നാ ചെയ്യുന്നത്? ഫെയറലോലിയൊക്കെയാന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടോ? ഫെയറലോലി ഞാൻ അയ്യോ അമ്മ പുറത്തൊന്നും പോകുന്നില്ല. സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടി ഇടണമായിരുന്നു. സൺസ്ക്രീൻ ഇട്ടില്ല. ഓക്കെ, അമ്മ പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ സൺസ്ക്രീൻ വേണ്ട, ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ആയിട്ടേക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ഫൗണ്ടേഷൻ ഇടുന്നത്. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ആണ് ഇടുന്നത്. ഓക്കെ, കുഞ്ഞിനെ കൊണ്ട് ഒരു ശരിയാണല്ലോ. ഓക്കെ, ഇത് എന്റെ ഷെയ്ഡാണ്. ആക്ച്വലി. ശരിക്കും നമുക്ക് ഇതിന്റെ കുറച്ചുകൂടെ ലൈറ്റർ വേർഷൻ ആണ് വേണ്ടത്. പിന്നെ അമ്മയ്ക്ക് സ്വന്തമായി ഫൗണ്ടേഷൻ ഇല്ല. ഫൗണ്ടേഷൻ ഇടുകയാണ്. ഇവിടുന്ന് ചെറിയ ചെറിയ സൗണ്ട് ഒക്കെ കേട്ടാൽ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത്. ഇവിടെ ചെറിയൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ സൗണ്ടാണ്. നമ്മളിങ്ങനെ ഇത് അമ്മയ്ക്കൊരു പൊടിക്ക് വേറെ ഒരു ഷെയ്ഡാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാർസിന്റെ 08 ഞാൻ എടുത്തേക്കുന്നത്. അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു 07 മതിയാവും. കറക്റ്റ് ആണോ ചോദിച്ചാൽ കറക്റ്റ് ആക്കുവാണല്ലോ. ഓക്കെ, നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൂസ് പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പാക്ട് എന്തെങ്കിലും ഒന്നും പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ. ഭയങ്കര ലൈറ്റ് മേക്കപ്പ് ആണ് ചെയ്യുന്നത്, ഒത്തിരി ഒന്നുമില്ല. അത് ഞാനൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മേക്കപ്പ് അമ്മയുടെ വേർഷനിലേക്ക് ആക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ കുറച്ച് ബ്ലഷ് ആയിക്കോട്ടെ. അമ്മ സാധാരണ ഇങ്ങനെ ബ്ലഷ് ഒന്നും ഇടാറില്ല. ഓക്കെ, എൻ്റെ ബ്ലഷ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുക്കാം അമ്മയ്ക്ക് ലൈറ്റായിട്ട്. ചിരിച്ചേ. ഓക്കെ, ഇനി ഇങ്ങനെ അമ്മമാരെന്ന് ഞാൻ പറയുന്നത് അതിങ്ങനെ ചിരിക്കമ്മേ, ചിരി വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, അങ്ങനെ വരട്ടെ. അങ്ങനെ അമ്മ ആ ഒരു ഏജിലുള്ളവരൊക്കെ ഇങ്ങനെ ഒരുങ്ങി നടക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുഴപ്പമില്ല. അത് ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ പറയുന്നത് പിള്ളേർ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത കുറച്ച് പേരുണ്ട്, ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കും കുരുപൊട്ടുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകും. നിങ്ങൾ ഇത് കാണാൻ ഒട്ടും യോഗ്യല്ലെന്നാണ് ഞാൻ പറയുന്നത്. അമ്മ എവിടുന്ന് കടി വരുമോ എന്നൊക്കെ തീയും പൊകം പറപ്പിച്ചോണ്ടായിട്ടും വരുന്നത്. അമ്മയ്ക്ക് ഒരു കൺസേൺ അതാണ് കേട്ടോ. ഞാൻ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്താണെങ്കിൽ ഞാൻ അപ്പം തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു ചെറിയൊരു എവിടെയിൽ പോകുമ്പോഴൊക്കെ അമ്മയ്ക്കൊരു ശകലം ടെൻഷൻ ഉണ്ട്. ഇവളുടെ വായി നീ എന്നതാണോ പുറത്തേക്ക് വരാൻ പോകുന്നത്. അമ്മ എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം എന്തെങ്കിലും പറയുമ്പോൾ കുഞ്ഞേ എനിക്കിഷ്ടമില്ലാത്ത ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. മമ്മി ഇങ്ങനെ മമ്മിയൊക്കെ അങ്ങനെയാണല്ലോ. മമ്മിയുടെ ഒരു ജനറേഷനെ അങ്ങനെയാ, ഇങ്ങനെ പ്രതികരണശേഷി കുറഞ്ഞ കുറച്ച് ആളുകളാണ്. അതെ, നമ്മൾ പറഞ്ഞു വന്നത്. ഓക്കെ, ഇങ്ങനെ അമ്മമാര് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ഏജിലുള്ളവരൊക്കെ ഒരുങ്ങി നടക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമല്ല. പറയും ഇവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. എന്തുകൊണ്ട് പറ്റിക്കൂടാ? എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അവർക്ക് ഒരുങ്ങിക്കൂടാ? അവർക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂ, എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. നിങ്ങൾ ഈ കിടന്ന അതും ഇതും പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ജീവിതമുള്ളൂ. നിങ്ങൾക്ക് ഒരുങ്ങി നടക്കണമെങ്കിൽ നിങ്ങൾ ഒരുങ്ങി നടക്കൂ, ഇല്ലെങ്കിൽ മാറി നിൽക്കൂ. ഒരുങ്ങുന്നവർ ഒരുങ്ങട്ടെ. പിരിക ഒന്ന് ഇതാക്കണേ. ഇവിടെ പിരികൊക്കെ എടുത്ത പിരികമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നേ ഉള്ളൂ. പിരികൊന്ന് ഷെയ്ഡ് ചെയ്യണേ. അമ്മയുടെ കൺമഷി വേറെ, എൻ്റെ കൺമഷി വേറെ. ഞാൻ അമ്മ ഉപയോഗിക്കാറുള്ളൂ. എൻ്റെ കൺമഷി അല്ല അമ്മ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഞാൻ വേറെ എൻ്റെ സെഗ്മെന്റ് അല്ലല്ലോ, സോറി. ഓക്കെ, ഈ അമ്മ കണ്ണ് തുറന്നു പിടിക്കുക. ഓക്കെ, അല്ല നമുക്ക് കണ്ണൊന്ന് എഴുതി നോക്കിയല്ലോ. അമ്മയ്ക്ക് നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ഒരു ഇതല്ലേ. ഞാനൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് കണ്ണ് എഴുതി നോക്കാം. കണ്ണ് എഴുതാന്ന് പറഞ്ഞാൽ ഒത്തിരി കട്ടിയായിട്ടല്ല, കുറച്ച് ലൈറ്ററായി. ഓക്കെ, പിന്നെ കണ്ണങ്ങനെ ഇതാക്കി വെച്ചു. പിന്നെ ഒരു കൂട്ടരുണ്ട്,
ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന കുറച്ച് ആളുകൾ നമ്മളെന്തെങ്കിലും ഫങ്ഷനുകൾക്കൊക്കെ പോകുമ്പോൾ നമ്മളെവിടെയെങ്കിലും ഇപ്പം ഒരു പ്രത്യേകതരം ശുഷ്കാന്തി ശ്രദ്ധിക്കണം. ആ കാന്തിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ഒരു ഡ്രസ്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോകുന്ന വെച്ചു കുറച്ച് ആളുകളുണ്ട്. അത് ആ മൊമെന്റിൽ നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എത്തിയിട്ട് അയ്യോ നിനക്ക് തീരെ കൊള്ളില്ല കേട്ടോ, നിനക്ക് വണ്ണമില്ലല്ലോ, അതുകൊണ്ട് ഇതുപോലത്തെ ഡ്രസ്സൊന്നും ചേരത്തില്ല. എങ്ങനെയുണ്ട്? അതായത് നിങ്ങൾക്ക് അത് ഇത്തരക്കാരുടെ പ്രശ്നമാണെന്ന് അറിയോ? അവർക്ക് എന്തെങ്കിലും പറയണം, എന്തെങ്കിലും പറഞ്ഞ് ആ നിൽക്കുന്ന ആളുടെ മുഖവും മനസ്സും എല്ലാം ഒന്ന് തളർത്തി അവരുടെ അന്നത്തെ ദിവസം കുളവാക്കണം. അതാണ് അവരുടെ മെയിൻ ഒരു അജണ്ട. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ വന്ന് നിന്നി പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ അതായത് ഇങ്ങനെ പറയുന്നവരുടെ ഒപ്പീനിയൻ ഒന്നും ആർക്കും വേണ്ട. നിർത്തത്, നിങ്ങൾ നിർത്തണം. അത് മനസ്സിലായോ? അവരറിയുന്നില്ല. അതായത് ചിലപ്പം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചൊക്കെ ആയിരിക്കും ഓരോ കോസ്റ്റ്യൂമും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ കാണുമ്പോഴേ ഇത് കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് നമ്മുടെ ദിവസം കുളമായി. നമ്മളെന്നെ വിചാരിക്കും അയ്യോ കൊള്ളത്തില്ലേ, എങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. കാരണം എനിക്കിതൊക്കെ ഞാൻ കുറേ ബോഡി ഷേമിംഗ് ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. സോ എന്നെ ഒന്നും ബാധിക്കാറില്ല. പക്ഷേ ഇത് ബാധിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ പറയണമെന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാതെ പറ്റത്തില്ല. പറയാതെ ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ആ സമയത്ത് മിണ്ടാതിരിക്കുക. അത് അയാളുടെ ദിവസം കുളവാക്കാതിരിക്കുക. എന്നിട്ട് കിടക്കുന്നതിന് മുന്നേ ഫോൺ വിളിച്ചിട്ട് നീ ഇന്നിട്ട് ഡ്രസ്സില്ലേ, നിനക്ക് ഒട്ടും ചേർച്ചില്ലായിരുന്നു കേട്ടോ, നിന്നെ കാണാൻ ഭയങ്കര പോറായിരുന്നു എന്ന് പറയുക. അപ്പോൾ അവരുടെ വായിരിക്കുന്നവർ കേട്ടിട്ട് സന്തോഷമായിട്ട് ഉറങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. അപ്പം അത് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആരൊക്കെങ്കിലും അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പം അമ്മ വിചാരിക്കുന്നു ഇവർക്ക് പറയേണ്ട വല്ല കാര്യമുണ്ടെന്ന്. പക്ഷെ ഞാൻ പറയും ഗൈസ്, ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് കേട്ടിട്ടുള്ള ആളാണ്. ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് കേട്ടിട്ടുള്ള ആളാണ്. ഭയങ്കര ചെറുതിൽ തന്നെ കളറിന്റെ പേരിലായാലും ഒത്തിരി ബോഡി ഷേമിങ് ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. പക്ഷെ അന്നേരം ആ ചെറുപ്രായത്തിലൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ റിയാക്ഷൻ ചെയ്ത അതായത് അങ്ങനെ പറയുന്നവർക്ക് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലും ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കൂടിയ എന്തോ മനോരോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ചികിത്സിച്ച് നമുക്ക് നേരെയാക്കാൻ പറ്റില്ല. മനസ്സിലായോ? സ്വയം അല്ല, അവർക്ക് അതിനുള്ള കഴിവില്ല, അവർക്ക് അതിനുള്ള കഴിവുമില്ല. നിങ്ങൾ അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നവര് നിർത്തുക, ഈ പരിപാടി നിർത്തുക. കാരണം ആർക്കും കേൾക്കണ്ട, നിങ്ങളുടെ ഒപ്പീനിയൻ ആർക്കും വേണ്ട. ഹു കെയർസ്? നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്നും ആർക്കും വേണ്ട. നിങ്ങൾ ആരുടെ സജഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ, അല്ലാതെ ഒന്നും ചോദിക്കാത്തവരടുത്ത് കയറി നിങ്ങൾ അഭിപ്രായം പറയരുത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരൊന്നും കേട്ടോണ്ടിരിക്കത്തില്ലാണ്. ഉള്ള കാര്യം പറയാം. ഈ മമ്മിയുടെ ഒക്കെ ഒരു അനുഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി അവർക്ക് അന്നപ്പോൾ ഒന്നും ഇങ്ങനെ പറയാനായിട്ടൊന്നും ഒരു ഇതില്ലായിരുന്നു, ഒരു വോയിസ് ഇല്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. നിങ്ങൾ നല്ലപോലെ നാറും നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ നിന്നാൽ നിങ്ങൾ നാറും, പബ്ലിക്കായിട്ട് നിങ്ങൾ നാറും. സോ നാറുണ്ടായെങ്കിൽ നിർത്തിക്കോളുക. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്നും ആർക്കും കേൾക്കണ്ട. മനസ്സിലായോ? നിങ്ങളുടെ ഒപ്പീനിയൻ ആർക്കും കേൾക്കണ്ട. അവനവനറിയാം അവനവൻ എന്തിടണം, എങ്ങനെ വരണം എന്ന്. ഓക്കെ, നിങ്ങൾ ബോഡി ഷേമിങ് ചെയ്യുന്നതിന് മുന്നേ അവർക്കറിയാം അവരങ്ങനെയാണെന്നുള്ളത്. പിന്നെ നിങ്ങളോട് എന്തിനാണ് പറയുന്നത്? എന്താണ് വണ്ണം വെച്ചിരിക്കുന്നത്, എന്താണ് മെലിഞ്ഞിരിക്കുന്നത്, എന്താണ് കറുത്തിരിക്കുന്നത്, ആർക്കും കേൾക്കണ്ട. പിന്നെ അവർക്കറിയത്തില്ലേ? നിങ്ങൾ ഇനി ഇതെല്ലാം കൂടെ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവരറിയാൻ. അതുകൊണ്ട് ബോഡി ഷേമിങ് ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. അത് അങ്ങനെ കുറച്ച് ആളുകളും കൂടി ഈ ലോകത്തുണ്ട്. ദൈവം അങ്ങനെ കുറച്ച് അവരെ നമ്മൾ പീപ്പിൾ എന്ന് പറയോ, ഐ ഹേറ്റ് ദോസ് കൈൻഡ് ഓഫ് ഷിറ്റ്. അവരെ ഞാൻ പീപ്പിളായിട്ട് കണക്കാക്കിട്ടില്ല. ഷിട്ടെന്ന് പറഞ്ഞാൽ അപ്പി. അവർ മനുഷ്യരല്ല, മനസ്സിലാകുന്നുണ്ടോ? അവരെ നല്ല ഈ പബ്ലിക്കായിട്ട് ഇച്ചിരി ആള് കളിക്കാൻ വേണ്ടി പറയുന്ന. അപ്പൊ 4 കിട്ടി കഴിയുമ്പോൾ നിർത്തുള്ളൂ. ഒരു ലിപ്സ്റ്റിക് കൊടുക്കാം. ഇത് ഭയങ്കര ഒരു അതായത് നമുക്ക് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണുകാർക്കും പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പക്ഷെ തീർന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ചേച്ചി തന്ന. അപ്പം അതില്ല ഇതിൻ്റെ അകത്തൊന്നും. എന്താ ഒന്നുമില്ല. ചെറുതായിട്ട് ലിപ് ലൈനും കൂടെ ചെയ്ത് കൊടുക്കാം. ഞാൻ അമ്മയുടെ ഹെയർ ലെയർ കട്ട് ചെയ്ത് കൊടുത്തു ഗൈസ്. സാധാരണ ഒരു കട്ടായിരുന്നു, അതൊരു കട്ടാണെന്ന് എനിക്കറിയില്ല. അതൊരു കട്ടയല്ലാത്ത രീതിയിലായിരുന്നു നമ്മുടെ മുടിക്കുന്നത്.
അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ലെയർ അടിച്ചു കൊടുത്തു. കുങ്കുമം ഇല്ല, അപ്പം ഞാനൊരു ലിപ്സ്റ്റിക്കാണ് അമ്മയ്ക്ക് കുങ്കുമമായിട്ട് വയ്ക്കാൻ പോകുന്നത്. നമുക്ക് മമ്മിക്ക് പൊട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ മമ്മിയുടെ മേക്കപ്പ് നമ്മൾ ഡൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ എന്നെ സമീപിക്കാൻ. ഞാനിങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊക്കെ നിങ്ങളെ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ വലിയ ഉണ്ടോ നോക്കണം. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ ഹെയർ ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചുമ്മാ ചെയ്യുന്നതേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു മമ്മിയുടെ മേക്കപ്പ്. മമ്മിക്ക് അമ്മയെ കാണിച്ചു അങ്ങനെ മമ്മി മേക്കപ്പ് ഉള്ളതെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ മമ്മിമാരെയും നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, അവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാൻ ഇഷ്ടമാണെങ്കിൽ അവർക്കും കൂടെ ഇങ്ങനെയുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക, അവരെയും ഹാപ്പി ആക്കുക. ഓക്കെ, ചിലപ്പോൾ ഇതൊക്കെ അവർക്ക് ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇപ്പം എത്രത്തോളം ലെങ്തിൽ പോയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹർട്ടായിട്ടുണ്ടെങ്കിൽ ഹർട്ടായിക്കോളൂ, അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പണ്ട് ആരും മമ്മിയോട് പറഞ്ഞു, അത് മമ്മി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത്, ആ ടൈമിൽ മമ്മിയോട് പറഞ്ഞു ചുരിദാർ ഒന്നും ഇടരുത് കേട്ടോ. ആ സമയത്ത് മമ്മി എനിക്കൊന്നു ഒരു 21-22 ഇയേഴ്സ് ആ ഒരു പ്രായമേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ അങ്ങനെ ഏജ് ഇല്ലല്ലോ, ഡ്രസ്സൊക്കെ ഇപ്പം എത്രയോ ഏജ് ഉള്ളവർ വരെ ചുരിദാർക്ക് ഇടുന്നു. അപ്പോൾ പറഞ്ഞു ചുരിദാർ ഇടണ്ട കേട്ടോ, ഹസ്ബൻഡിന് അത് ഇഷ്ടമല്ല, അത് അച്ഛക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ചുരിദാർ ഇടണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ ചുരിദാർ ഇടയിൽ നിർത്തി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം അച്ഛക്ക് അറിയത്തില്ല. അച്ഛക്ക് ചുരിദാർ ഇഷ്ടമല്ല എന്നുള്ള കാര്യം അച്ഛക്ക് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 2-3 വർഷം മുൻപോട്ടാണ് അമ്മ ചുരിദാർ ഇട്ട് തുടങ്ങുന്നത്. അതുവരെ അമ്മ ചുരിദാർ ഇടുന്നില്ലായിരുന്നു, അച്ഛക്ക് ഇഷ്ടമല്ല എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് മനസ്സിലായി ഓക്കെ അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല എന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും മറ്റുള്ളവരുടെ എന്തെങ്കിലും വാക്കുകൾ കേട്ട് ഓക്കെ അവരുടെ തീരുമാനത്തിൽ വിടാതിരിക്കുക. അത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ട് പറയുന്നതായിരിക്കും മേ ബി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്ക് അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്, വിഷമമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, വിട്ട് കളഞ്ഞേക്കുക. അത് നമ്മുടെ കുഴപ്പമില്ല, അത് അവർക്ക് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട്. ഓക്കെ, മേ ബി അവർക്കത് അറിയത്തില്ലായിരിക്കും. ഓക്കെ, ലെറ്റ് ദം ലീവ്. ഓക്കെ, അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.